കസാക്കിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു. ഓഗസ്റ്റ് 2 ഗോകുലം ഗ്രാൻഡ്, കോഴിക്കോട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9001900156 8008000120. നീ എന്നെ ഇങ്ങനെ വെറുതെ ധർമ്മസങ്കടത്തിലാക്കരുത് കേട്ടോ. നീ എപ്പോഴും എന്നെ കാണണമെന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ എപ്പോഴും ഇറങ്ങി വരാൻ പറ്റുമോ? എപ്പോഴും പറയുന്നില്ലല്ലോ. എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ വരണോന്ന് പറഞ്ഞ. എന്ത് അത്യാവശ്യം? മോന് അവന്റെ അച്ഛന്റെ അമ്മയുടെ ഒപ്പം ഒന്ന് പുറത്തേക്ക് പോണോന്ന്. ആ മനസ്സേ, നീ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ചെയ്തു കൊടുക്കാൻ പറ്റൂ. ഇത് സിമ്പിൾ കാര്യമല്ലേ, പിന്നെന്താ ചെയ്തു കൊടുത്താല്? നീ വാക്ക് തെറ്റിക്കാണോ? എന്റെ കുടുംബജീവിതത്തിനിടയിലേക്ക് നീ കയറി വരില്ല എന്ന് ഒരുപാട് തവണ വാക്ക് പറഞ്ഞതാ. എന്നിട്ടിപ്പോ നീ മനഃപൂർവ്വം ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്നിട്ട് ശ്വാസം പിടിക്കാണോ? എന്താ ഞാൻ വിളിച്ചത് അവൾ അറിഞ്ഞോ? മേഘേട്ടന്റെ ഭാര്യ. ഇതുവരെ അറിഞ്ഞിട്ടില്ല. എടി, എങ്കിലും അവൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. നീയും ഞാനുമായിട്ടുള്ള ഫോട്ടോ അവള് കണ്ടതാ. അതുകൊണ്ട് തന്നെ നീ എന്ന് പറയുന്ന ഒരു പെണ്ണ് ജീവനോടുണ്ടെന്നറിഞ്ഞ അവള് പ്രശ്നം ഉണ്ടാക്കും. എടി, നമ്മൾ തമ്മിൽ കാണുകയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യണോ? അതോ ഇനി ഭാര്യയുടെ സംശയം മാറ്റാൻ വേണ്ടി എന്നെ കൊന്നു കെട്ടിത്തൂക്കോ? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പുമ്മൻ ജനിക്കുന്നതിന് മുമ്പ് എവിടെയൊക്കെ എന്നെ കൊണ്ട് കറങ്ങി നടന്നതാ. എത്ര ദിവസം ഒന്നിച്ച് താമസിച്ചതാ. അന്നൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. എടി, അന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു മുറപ്പെടം ഉണ്ടെന്ന്. ശരാ, അവളിതൊക്കെ അറിഞ്ഞ കുഴപ്പമാണെന്ന്. അതൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് തന്നെയാ ഞാൻ നിങ്ങളെ സ്നേഹിച്ചത്. പക്ഷേ തുടക്കത്തില് നിങ്ങളതൊന്നും പറഞ്ഞില്ല. എന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിട്ട് ഞാൻ മാത്രമേ മനസ്സിനകത്തുള്ളൂ എന്നൊക്കെയാ പറഞ്ഞത്. അതേ പറ്റിയൊന്നും ഇപ്പൊ സംസാരിക്കണ്ട. ഞാൻ ആകെപ്പടെ കുഴഞ്ഞു മറിഞ്ഞൊരു പരുവത്തില. വീട്ടിലാണെങ്കിൽ അമ്മായിയും മരുമോളും തമ്മില് ഏത് നേരവും പൊരുത്തക്കേടാ. ഇനി അത് എപ്പോഴാ വലിയ തല്ലില് കലാശിക്കെന്ന് ഭയന്ന് നടക്കാൻ ഞാൻ. അതിന്റെ കൂടെ എനിക്ക് നീയായിട്ട് എങ്ങനെ അടുപ്പമുണ്ടെന്ന് മഞ്ജു അറിഞ്ഞാ പിന്നെ അവള് തന്നെ പറയും അവളുടെ ആങ്ങളയോട് എനിക്ക് കാലാണ് തരരുതെന്ന്. എന്ന് മാത്രമല്ല എടി, അവൾ അവളുടെ പാട്ടിന് പോവുകയും ചെയ്യും. എടി, എന്നെ കളഞ്ഞിട്ട് അവൾ അവളുടെ വീട്ടിലോട്ട് പോയാ അവളുടെ ചേട്ടൻ 2 കൈ നീട്ടി അവളെ സ്വീകരിക്കും. അങ്ങനെ മേഹേട്ടന്റെ ഭാര്യ മേഹേട്ടനെ വിട്ടുപോവാണെങ്കിൽ ഞാൻ അപ്പുമോനെയും കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. കൊന്നുകളയും ഞാൻ. ഞാൻ വെറുതെ ഒരു കാര്യം വിളിച്ചു പറഞ്ഞപ്പോ ദേഷ്യം കണ്ടില്ലേ? ആണിനെന്തു ആവാം, പെണ്ണിനത് പറ്റില്ല. കാലം മാറിപ്പോയി കേട്ടോ. നമുക്ക് അവനെ കാണണം. അയ്യോ, ആരും പുറത്തുണ്ടല്ലോ. ഇങ്ങോട്ടിറങ്ങി വാടാ, നിന്നെ ഒന്ന് കാണട്ടെ. ഇറക്കി വിടറി അവനെ. ഒളിച്ചിരിക്കാതെ ഇറങ്ങി വാടാ. അതെ, നീ താഴേക്ക് ചെല്ല്. എന്നിട്ട് ഇവിടെ ആരുമില്ലെന്ന് പറ. ചെല്ല്. ഇവിടെ അങ്ങനെ ആരും വരേണ്ടതല്ലോ. എടി, വന്നില്ലേ? നീ പെട്ടെന്ന് ചെല്ല്. എന്താ? എവിടെയാ മോളെ അകത്തൊളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യക്കാരൻ?
ഇവിടെ ഞാനാരും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. ഇല്ലെങ്കിൽ വേണ്ട, പക്ഷെ ഞങ്ങൾക്കിത് ഉറപ്പിക്കണം. അങ്ങനെ ഉറപ്പിച്ചാലേ ഞങ്ങൾ പോവുള്ളൂ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? വേറെ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് അകത്ത് കയറി ഒന്ന് നോക്കണം, അത്രേ ഉള്ളൂ. മര്യാദക്ക് അകത്തിരിക്കുന്നവനെ പുറത്ത് ചാടിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂടെ ഇടിച്ചകത്തങ്ങ് കയറും. ആഹാ, ഇവിടെ ആരെങ്കിലും വരാൻ പോകുന്നതിന് നിങ്ങൾക്കൊക്കെ എന്താ? ആഹാ, ഇപ്പൊ അങ്ങനെയായോ? ഞങ്ങൾക്കാർക്കും ഒന്നും ഇല്ല മോളെ. പക്ഷേ വന്നവനെ ഞങ്ങൾക്കൊന്ന് കാണണം. വരുത്തനാണോ ഈ നാട്ടുകാരനാണോ എന്ന്. അതെ, ഞാൻ കരയണം. അവനെ കൊണ്ട് വിളിക്ക്. നിങ്ങൾ നിക്ക്, ഞാൻ ദേ വരുന്നു. ആ, വിളിച്ചോണ്ട് വാ. നമ്മളെ ഏരിയയില അവന്റെ കളി. ഒന്ന് വന്നേ. പുറത്ത് പറഞ്ഞതൊക്കെ കേട്ടോ? കേട്ടു. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? പിടിക്കപ്പെട്ടു.